ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബൽ ഫ്യൂച്ചർ ആൻഡ് ലൈവ് മാർക്കറ്റ് പെർഫോമൻസ് മൊത്തത്തിൽ നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ സിംഗപ്പൂർ, അതുപോലെ ഹോങ്കോങ്, അതുപോലെ തായ്ലൻഡ്, ഈ മൂന്ന് മാർക്കറ്റുകൾ ഒഴിച്ച് അപ്പോൾ അവിടെ ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ ജപ്പാൻ, തായ്വാൻ, കൊറിയ, ചൈന, ഇന്തോനേഷ്യ പോലെയുള്ള മാർക്കറ്റുകളൊക്കെ നെഗറ്റീവിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയുടെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഇന്തോനേഷ്യ, തായ്വാൻ, കൊറിയ ഒക്കെ ഇന്ത്യയേക്കാൾ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 ട്രേഡിംഗ് സെഷൻ മാത്രമുള്ള ഒരു ഷോർട്ട് വീക്കായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും മാർക്കറ്റ് വലിയ തോതിൽ ക്രാഷ് ആവാതെ പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബ്രോഡ് മാർക്കറ്റ് കാറ്റഗറികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ആഴ്ചയിലെ ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിങ്ങും അതുപോലെ ഇപ്പോഴത്തെ ക്ലോസിങ്ങുമായിട്ട് ആ 1 വീക്കിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50, നെക്സ്റ്റ് 50, അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇതൊക്കെ ഏകദേശം 2% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും അത്രത്തോളം വീഴ്ച ഉണ്ടായിരുന്നില്ല. നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും മൈക്രോ ക്യാപ് 250 0.61% മാത്രമാണ് നെഗറ്റീവ് കാണിച്ചത്. അതുപോലെ സെക്ടർ വൈസ് പെർഫോമൻസ് ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT, മെറ്റൽ ആൻഡ് CPS ഈ 3 സെക്ടറുകൾ ഒഴിച്ചിട്ടുള്ള എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മേജർ ആയിട്ടുള്ള ഫോളോ നടന്നത് നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി PSU ബാങ്ക് തുടങ്ങിയ ഇൻഡെക്സുകളിലാണ്. അപ്പോൾ നമുക്കറിയാം ഡോളർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട RBI കൊണ്ടുവന്ന റെസ്ട്രിക്ഷൻസ് ആണ് നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്കുകളെ വലിയ തോതിൽ താഴത്തേക്ക് കൊണ്ടുപോയത്. നിഫ്റ്റി PSU ബാങ്ക് ഒക്കെ 5.21% ഡൗൺ ആയിട്ടാണ് ലാസ്റ്റ് വീക്ക് മൊത്തത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ലാസ്റ്റ് വീക്ക് ഗോൾഡ് ആൻഡ് സിൽവറിൽ നേരിയൊരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ETF ഒക്കെ ട്രേഡ് ചെയ്ത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗോൾഡ് ബേസ് 3.33% റിക്കവർ ചെയ്തതായിട്ട് കാണാം. അതുപോലെ സിൽവർ ബേസ് ഏകദേശം 1.53% ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയിൽ റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാലും തികച്ചും അവിശ്വസനീയമായ റിക്കവറി നടന്നത് ഇന്ത്യൻ റുപ്പിയിലാണ്. കാരണം മാർച്ച് 27-ാം തീയതി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പിയുടെ ഡോളറിനെതിരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയത് 94.98 വരെ പോയിരുന്നു. അതായത് ഓൾമോസ്റ്റ് 95-ന് അടുത്തേക്ക് പോയ സമയത്താണ് RBIയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും അങ്ങനെ വലിയ തോതിലുള്ള ഒരു റിക്കവറി നമുക്ക് റുപ്പിയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ മാർച്ച് 3-ാം തീയതി നമ്മൾ അതിൻ്റെ ക്ലോസിംഗ് പരിശോധിച്ചാൽ 92 എന്ന ലെവലിലേക്ക് അത് വന്നതായിട്ട് കാണാം. അപ്പോൾ 92.7 എന്ന ലെവലിലായിരുന്നു 3-ാം തീയതി ക്ലോസ് ചെയ്തത്. അപ്പോൾ ബാങ്കുകൾക്ക് കൈവശം വെക്കാവുന്ന ഡോളറിൻ്റെ ഒരു ട്രേഡിംഗ് ഓപ്പൺ പൊസിഷൻസ് അത് RBI ശക്തമായി റെസ്ട്രിക്റ്റ് ചെയ്തതാണ് ഈ ഒരു മാറ്റം റുപ്പിയിൽ ഉണ്ടാകാൻ കാരണം. അവിടെ ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ ഓപ്പൺ പൊസിഷനൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വരികയും അത് മാർക്കറ്റിൽ വിറ്റഴിക്കേണ്ട അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡോളറിൻ്റെ ഡിമാൻഡ് കുറയുകയും അതിനാനുപാതികമായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടുകയും ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ മൊത്തത്തിൽ വേൾഡ് വൈഡ് മാർക്കറ്റിൻ്റെ ആ ഒരു വളറ്റിലിറ്റിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂഡ് പ്രൈസ് ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് ഒരു ഘട്ടത്തിൽ 100-ൽ താഴെ പോയതായിരുന്നു. 98 വരെയൊക്കെ ക്രൂഡിൻ്റെ പ്രൈസ് പോയിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും തിരിച്ചു വന്നിട്ട് ഇപ്പോൾ 109 എന്ന ലെവലിലെത്തിയത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ 116, 117 ലെവലിലുണ്ടായിരുന്ന ക്രൂഡ് പ്രൈസസ് ട്രംപ് സീസ് ഫയറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രസ്താവനകളാണ് ക്രൂഡ് പ്രൈസ് താഴോട്ട് കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അതിന് വിപരീതമാവുകയും അങ്ങനെ ക്രൂഡ് പ്രൈസ് വീണ്ടും തിരിച്ച് പഴയ ലെവലിലേക്ക് വന്നതായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോളർ ചെറിയ തോതിൽ ഇപ്പോൾ സ്ട്രെങ്ത് ചെയ്തതായിട്ട് കാണാം. അതിപ്പോൾ 100-ന് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന മേജർ ഇവൻറ്റുകളും അതുപോലെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത് ഏപ്രിൽ 6 മുതൽ 8 വരെ നടക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അതിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നാണ്. അപ്പോൾ നിലവിൽ 5.25 എന്നാണ് റിപ്പോ റേറ്റിൻ്റെ നിരക്ക്. അപ്പോൾ നേരത്തെ പലിശ നിരക്ക് കുറക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും മറ്റ് ഇൻഫ്ലേഷൻ്റെ ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ RBI ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പൊതുവെ അനലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിന് റേറ്റ് കട്ട് നടത്തിയതിന് ശേഷം ഇതുവരെ റേറ്റ് കട്ടിൽ യാതൊരു മാറ്റവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചതും അതുപോലെ വരാൻ പോകുന്ന ഹാർവെസ്റ്റ് സീസൺ അതിൽ ഈ ഭക്ഷ്യസാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ RBI കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ ഇൻഫ്ലേഷൻ ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്ന ഒരു ആശങ്കയിലായിരിക്കാം RBI ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ റുപ്പിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി അത് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലായിരിക്കും RBI കൂടുതലായിട്ടുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികളായിരിക്കും കൂടുതലായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത. അതുപോലെ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആ ഒരു GDP വളർച്ച
ഏകദേശം 7.4 to 7.8% കാഴ്ചവെച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ചാലഞ്ചസ് ഒക്കെ കാരണം 2026-27 ഒരു വളർച്ചാ നിരക്ക് 6.9 എന്ന ലെവലിലേക്ക് വരാനുള്ള സാധ്യതയാണ് പൊതുവെ ലീഡിംഗ് എക്കണോമിസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നത്. ഏതായാലും ഏപ്രിൽ 8-ാം തീയതി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര തന്റെ പോളിസി തീരുമാനങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആ ഒരു ഫോർകാസ്റ്റ് എങ്ങനെയാണെന്നും മാർക്കറ്റിൽ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുമെന്നും അപ്പോൾ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഗതി എങ്ങോട്ടായിരിക്കുമെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം തന്നെയാണ്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ള April 6 അത് ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റായി മാറുകയാണ്. 48 മണിക്കൂറിൻ്റെ ഒരു ഡെഡ് ലൈൻ ഇറാന് നൽകിയിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ അതീവ ജാഗ്രതയോടെയാണ് ലോകം ഈ ഒരു ദിവസത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു അന്ത്യശാസനം അനുസരിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ നിലയങ്ങളും അവരുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ അവിടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇറാൻ്റെ പവർ പ്ലാന്റ്സും അവരുടെ ഓയിൽ വെൽസും അതുപോലെ കാർഗ് ഐലൻഡ് പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറാൻ തീർച്ചയായിട്ടും മറുപടി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് നരകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. അതായത് അവർ അതിശക്തമായിട്ട് തിരിച്ചടിക്കാൻ പോകുന്നത് ഒരുപക്ഷെ GCC കൺട്രികളെയായിരിക്കും. അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെയും ശക്തമായ ആക്രമണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ അമേരിക്കയുടെ 82nd എയർബോൺ ഡിവിഷൻ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലും ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ April 6 ഇറാൻ തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തിയിട്ടില്ലെങ്കിൽ ഈ മേഖലയിൽ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഒരു ഗുഡ് വിൽ ഗസ്റ്ററിൻ്റെ ഭാഗമായിട്ട് തുറന്നു കൊടുക്കാൻ സമ്മതിച്ചാൽ ഒരുപക്ഷെ ട്രംപ് ഈ ഒരു ആക്രമണത്തിൻ്റെ സമയം നീട്ടി നൽകാനോ അല്ലെങ്കിൽ ആക്രമണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനോ സാധ്യതയുണ്ട്. ഏതായാലും നമ്മളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ നമ്മുടെ മാർക്കറ്റിനെ പ്രധാനപ്പെട്ട സ്വാധീനിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം FIEസിൻ്റെ സെല്ലിംഗ് ആണ്. നമുക്ക് ഇപ്പോൾ NSEയിലെ ഒഫീഷ്യൽ പ്രൊഫഷണൽ ഡാറ്റ പ്രകാരമുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1,17,775 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് മാർച്ച് മാസത്തിൽ FIEs നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി ബിഗ്ഗസ്റ്റ് FIE എക്സിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവിടെ മറ്റൊരു റെക്കോർഡ് കൂടി പറഞ്ഞതായിട്ട് കാണാം. മാർച്ച് മാസത്തിലെ DIAയുടെ വാങ്ങൽ അതും ഒരു ചരിത്രമാണ്. കാരണം അവിടെ 1,21,432 കോടിയുടെ ഒരു മാസീവ് ബൈങ് ആണ് DIAs നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് DIAസിൻ്റെ ബൈങ് ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 2024 മാർച്ച് മാസം അവർ ഇതേപോലെ ഒരു റെക്കോർഡ് ഇട്ടിരുന്നു. അതിനെയാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും DIAസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ നിക്ഷേപകരുടെ SIP വഴിയുള്ള പണമൊഴുക്കാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള വർദ്ധിച്ചു വരുന്ന റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും FIEസിൻ്റെ വിൽപ്പന ഏപ്രിൽ മാസത്തിലും തുടരാനുള്ള സാധ്യതയാണ് പൊതുവെ കാണുന്നത്. ഏപ്രിൽ 2-ാം തീയതി തന്നെ അവർ 9,931 കോടിയുടെ ഒരു സെല്ലിംഗ് അവർ നടത്തിയിരുന്നു. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ ഒരു ഡെഡ് ലൈനിന് ശേഷം ഈ യുദ്ധ സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ FIEs തിരിച്ചു വന്നേക്കാം. ഇനി നമ്മൾ മാർക്കറ്റിൽ നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇവൻ്റാണ് Q4 റിസൾട്ട് സീസൺ. ഏപ്രിൽ 6 മുതൽ 12 വരെയുള്ള ആഴ്ചയിൽ പ്രധാനപ്പെട്ട പല കമ്പനികളും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാം. അതിലൊന്ന് TCSൻ്റെ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. IT മേഖലയുടെ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്കത് സഹായിച്ചേക്കാം. കൂടാതെ TCSൻ്റെ ഫൈനൽ ഡിവിഡൻറ്റും അതിൻ്റെ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ആനന്ദ് രാജി വെൽത്തിൻ്റെ റിസൾട്ട് ഏപ്രിൽ 10-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഈ വെൽത്ത് മാനേജ്മെൻറ്റ് മേഖലയിലുള്ള വളർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ആനന്ദ് രാജിയുടെ റിസൾട്ട് സഹായകമാകും. അപ്പോൾ ഈ Q4 റിസൾട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് Q4 റിസൾട്ടിനോടൊപ്പം കഴിഞ്ഞ വർഷത്തെ അതായത് 2026 സാമ്പത്തിക വർഷത്തെ ഫൈനൽ ഡിവിഡൻഡ് പല കമ്പനികളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഈ ഒരു Q4 റിസൾട്ടിൻ്റെ പ്രധാന ആകർഷണമായിരിക്കും. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻ ചെയിൻ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ഏപ്രിൽ 7-ാം തീയതി എക്സ്പയറി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ കോൾ സൈഡിൽ നമ്മൾ കാണുന്നത് 23,000, 23,500 എന്ന ലെവലിലാണ്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 23,000 എന്ന സ്ട്രൈക്ക് പ്രൈസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 23,000 എന്ന ലെവൽ വലിയൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി സപ്പോർട്ട് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ 22,300, 22,000 ലെവലുകളിൽ ശക്തമായിട്ടുള്ള പുട്ട് റൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. അവിടെ 22,500 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ 22,150, 21,900 വരെ നിഫ്റ്റി താഴാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇപ്പോൾ നിലവിലുള്ള നിഫ്റ്റിയുടെ ഒരു PCR പുട്ട് കോൾ റേഷ്യോ നമ്മൾ കാണുന്നത് 0.86 മുതൽ 1.17 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സൈഡ് വേസ് ടു ബിയറിഷ് എന്നുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് വീക്ക് എതിരേൽക്കേണ്ടി വരിക. അപ്പോൾ ഏതായാലും അവിടെ ശക്തമായ സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ ഉണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ FIAs അവരുടെ ഷോർട്ട് പൊസിഷൻസ് വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 84% FIAs പൊസിഷനും മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലുള്ള പൊസിഷൻസാണ്. അതേസമയം DIAs അത്തരം ലെവലുകളിൽ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീക്ക് നിഫ്റ്റിയുടെ ഒരു നീക്കം പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. ഒന്ന്, ട്രംപിൻ്റെ ഡെഡ് ലൈൻ. അവിടെ യുദ്ധഭീതി കുറയുകയാണെങ്കിൽ 22,800 23,000 വരെ തിരിച്ചു കയറാനുള്ള ഒരു പുൾ ബാക്ക് റാലി ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രഖ്യാപനം അത് ബാങ്ക് നിഫ്റ്റിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. അതുപോലെ TCSൻ്റെ റിസൾട്ട് അത് IT മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.